കർത്താവരുളുന്ന വചനം ഇന്നു കേൾക്കാം, മനം തുറക്കൂ. മനസ്സാകും വയലേലകളിൽ നിന്നും ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവരുളുന്ന വചനത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ വചനവിചിന്തനം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 42 മുതൽ 50 വരെയുള്ള തിരുവചനമാണ്. പാപത്തിന് ഇടയാക്കുന്നതെല്ലാം ഉപേക്ഷിച്ച് വിശുദ്ധിയിൽ ജീവിക്കുക. ഒരു ഗ്രാമത്തിൽ ഒരു ശില്പി അതിസുന്ദരമായ ഒരു പ്രതിമ നിർമ്മിക്കുകയായിരുന്നു. ഒരാൾ ചോദിച്ചു, ഇത്ര മനോഹരമായ പ്രതിമ എങ്ങനെ ഉണ്ടാക്കി? ശില്പി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ കല്ലിനുള്ളിൽ പ്രതിമ മുമ്പേ ഉണ്ടായിരുന്നു. അതിനാവശ്യമില്ലാത്ത ഭാഗങ്ങൾ മാത്രം ഞാൻ വെട്ടിമാറ്റി. നമ്മുടെ ജീവിതവും അതുപോലെയാണ്. ദൈവം നമ്മെ വിശുദ്ധരാകുവാൻ സൃഷ്ടിച്ചു. എന്നാൽ അഹങ്കാരം, അസൂയ, ദുഷ്ടചിന്തകൾ, പാപശീലങ്ങൾ എന്നിവയാണ് നമ്മുടെ ജീവിതത്തിലെ അനാവശ്യ ഭാഗങ്ങൾ. അവ നീക്കം ചെയ്യുമ്പോഴാണ് ക്രിസ്തുവിന്റെ സൗന്ദര്യം നമ്മുടെ ജീവിതത്തിൽ തെളിയുന്നത്. ഈ സുവിശേഷത്തിൽ യേശു വളരെ ശക്തമായ ഭാഷയിലാണ് സംസാരിക്കുന്നത്. നിന്റെ കൈ, കാല്, കണ്ണ് നിന്നെ പാപത്തിലേക്ക് നയിക്കുന്നുവെങ്കിൽ അവ ഉപേക്ഷിക്കുക. യേശു ശരീരഭാഗങ്ങൾ മുറിച്ചു മാറ്റുവാൻ പറയുന്നില്ല. പകരം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ഏത് ശീലവും ബന്ധവും ചിന്തയും ഉപേക്ഷിക്കണമെന്നാണ് അവിടുന്ന് പഠിപ്പിക്കുന്നത്. കൂടാതെ ഈ ചെറിയവരിൽ ഒരുവിന് ഇടർച്ച വരുത്തുന്നവന് എന്ന വാക്കിലൂടെ വിശ്വാസത്തിൽ ചെറുതായിരിക്കുന്നവരെ തെറ്റായ വഴിയിലേക്ക് നയിക്കരുതെന്നും യേശു മുന്നറിയിപ്പ് നൽകുന്നു. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും മറ്റുള്ളവർക്ക് അനുഗ്രഹമാകണം, ഇടർച്ചയല്ല. അവസാനം യേശു പറയുന്നു, നിങ്ങളിൽ ഉപ്പ് ഉണ്ടായിരിക്കട്ടെ, പരസ്പരം സമാധാനത്തോടെ ജീവിക്കുവിൻ. ക്രിസ്ത്യാനിയുടെ ജീവിതം ലോകത്തിന് രുചിയും വെളിച്ചവും സമാധാനവും നൽകേണ്ടതാണ്. ജീവിത വിചിന്തനം. പാപത്തിലേക്ക് നയിക്കുന്ന ശീലങ്ങൾ ധൈര്യത്തോടെ ഉപേക്ഷിക്കാം. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും മറ്റുള്ളവർക്ക് വിശ്വാസത്തിൽ വളരുവാൻ സഹായിക്കട്ടെ. ക്ഷമയും സ്നേഹവും സമാധാനവും നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും വളർത്താം. ദൈവത്തോടുള്ള ബന്ധത്തിന് തടസ്സമാകുന്ന എല്ലാം മാറ്റി നിർത്തി വിശുദ്ധിയുടെ വഴിയിൽ നടക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, പാപത്തിലേക്ക് നയിക്കുന്ന എല്ലാ ചിന്തകളെയും ശീലങ്ങളെയും ഉപേക്ഷിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഇടർച്ചയല്ല, അനുഗ്രഹമാകട്ടെ. സമാധാനത്തിന്റെയും വിശുദ്ധിയുടെയും വഴിയിൽ ഞങ്ങളെ എന്നും നടത്തണമേ. ആമേൻ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവരുളുന്ന വചനം ഇന്നു കേൾക്കാം, മനം തുറക്കൂ. മനസ്സാകും വയലേലകളിൽ